വാർത്തകളിലേക്ക്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ വിമർശനവുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. സംഘടനയെ പ്രതിനിധീകരിച്ച് സമരമടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് ആരെന്നാണ് ചോദ്യം. ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും രംഗത്ത് വന്നു. 100 കോടി ക്ലബ്ബുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാറിന്റെ പ്രതികരണമാണ് ഈ തർക്കത്തിന് കാരണമായത്. ആന്റണി പെരുമ്പാവൂരാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എംപുരാൻ മോഹൻലാലിന്റെ 140-150 കോടി രൂപ മുടക്കി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമ അത് റിലീസിനൊരുങ്ങുകയാണ്. ഇതിനിടയിലാണ് നിർമ്മാതാക്കൾ തമ്മിലുള്ള തർക്കവും സമരപ്രഖ്യാപനവും മറ്റും. എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ ആന്റണി പെരുമ്പാവൂർ മറുത്ത് സംസാരിക്കുന്നത്? താരങ്ങൾ പൃഥ്വിരാജ് അടക്കം ആന്റണി പെരുമ്പാവൂരിനൊപ്പം ഉള്ളതാണ്. രഞ്ജിത്ത്, ഇത് സുരേഷ് കുമാറിന്റെ ഒരു പ്രതികരണം ഈ നിർമ്മാതാക്കളുടെ ഒരു കാര്യത്തിൽ അവരൊരു വലിയ വെല്ലുവിളി നേരിടുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ 100 കോടി 50 കോടി ക്ലബ്ബുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ ഒരു പരിധി വരെ ഇത് അധിക്ഷേപിച്ചുകൊണ്ട് ഇത്തരം ഈ 100 കോടി ക്ലബ്ബുകളെല്ലാം തന്നെ അധിക്ഷേപിച്ച് അതിന്റെ കണക്കുകൾ പലതും തന്നെ യാഥാർത്ഥ്യമാണ് എന്നതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാർ സംസാരിച്ചത്. നിലവിൽ ഇപ്പോൾ പല നടന്മാരുടെ തന്നെ പ്രൊഡക്ഷൻസ് ഹൗസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിലൊരു അച്ചടക്കവും അതോടൊപ്പം തന്നെ എല്ലാവരും നിലനിൽപ്പും ഇതെല്ലാം വേണ്ടതാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജൂൺ 1 മുതൽ ഒരു സിനിമാ സമരം എന്ന രീതിയിലേക്ക് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. സിനിമാ നികുതി, താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം എന്നിവ ഉയർത്തിയാണ് ഈ ഒരു സിനിമാ സമരം എന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിൽ ആ കാര്യങ്ങളെ തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടും ഇത്തരം ഒരു നിലപാടെടുക്കാൻ എന്താണ് ഈ സുരേഷ് കുമാറിന്റെ ഈ കാര്യത്തിലുള്ള യോഗ്യത എന്നതെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ സമൂഹ മാധ്യമങ്ങളിലുള്ള കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. വളരെ നിശിതമായി തന്നെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ സുരേഷ് കുമാർ വ്യക്തിപരമായി എടുത്തൊരു തീരുമാനമാണ് ഇതെന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇതിലൊരു കൂടിയാലോചനകൾ നടന്നിട്ടില്ല. താനും സിനിമാ നിർമ്മാതാവ് തന്നെയാണ്, സിനിമാ രംഗത്ത് തുടരുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ തനിക്ക് അറിയാവുന്നതാണ്, ഈ സംഘടന എന്ന സംവിധാനവും അറിയാവുന്നതാണ്. പക്ഷെ അതിലൊന്നും തന്നെയും ഇത്തരം ഒരു കൂടിയാലോചനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. തന്റെ സുഹൃത്തു കൂടിയാണ് ഈ പ്രസിഡന്റ് ആൻഡോ ജോസഫ്, നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ഉണ്ടായിരിക്കെയാണ് ഈ സുരേഷ് കുമാർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സുരേഷ് കുമാറിന് ഇതിന് ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒപ്പം തിയേറ്ററുകൾ അടച്ചിട്ട് സിനിമ നിർത്തിവെക്കുമെന്ന് വ്യക്തിപരമായി തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല ആരും സംഘടനാപരമായി നിലനിൽക്കുന്നതെന്നും തെറ്റു തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്വം, ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുണ്ടെന്നും തുറന്നടിച്ചുകൊണ്ടാണ് സുരേഷ് കുമാറിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഈ 100 കോടി ക്ലബ്ബ് സിനിമകളെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും സുരേഷ് സംസാരിച്ചതിന്റെ ചേതോവികാരം എന്താണ്, അത് അവ്യക്തമാണ് എന്നത് പറയുന്നു. ഒപ്പം തന്റെ ഒരു സിനിമാ പ്രൊഡക്ഷൻസ് എല്ലാവരും കാത്തിരിക്കുന്ന എംപുരാൻ എന്ന ഒരു സിനിമ, അതിനെ അടക്കമുള്ള ഒരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഒരു വിമർശനം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ബജറ്റ് സംബന്ധിയായ കാര്യങ്ങൾ, ഇത് എന്താണ് അതിനെക്കുറിച്ച് അറിയാവുന്നത് എന്നത് ഈ ഫേസ്ബുക്കിലൂടെ തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രൊഡക്ഷനിലിരിക്കുന്ന ഒരു സിനിമയാണ്, അതിന്റെ മുഴുവനായ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സിനിമയെക്കുറിച്ച് പോലും ഈ രീതിയിലേക്ക് സംസാരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇത് സിനിമാ മേഖലയ്ക്ക് ഒന്നാകെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തായാലും രഞ്ജിത്ത്, ഒരു കാര്യം വ്യക്തമാണ്, ഈ സിനിമാ സമരം എന്നൊരു കാര്യത്തിൽ ഈ നിർമ്മാതാക്കൾക്കിടയിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നു എന്നത് ഒരു സത്യമായിട്ട് തന്നെയാണ്. അത് ഒരു മറനീക്കി പുറത്തു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് സിനിമാ മേഖലയുടെ ഒരു സമരം എന്ന് പറയുന്നത് നിരവധി പേരെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതാണ് ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള ഒരു നിലപാട്. ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ളവർ ഇതിനെ പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്, ആ ഒരു നിലപാടിനെ പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മലയാള സിനിമാ മേഖല വലിയ വിജയങ്ങൾ നേടിയൊരു കാലത്താണ് ഇപ്പോൾ ഇത്തരം ഒരു വിമർശനത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കൂടി ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഔദ്യോഗികമായി നിർമ്മാതാക്കളുടെ സംഘടന പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതാണ് സാഹചര്യം. ഏതായാലും നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകുന്നു. സുരേഷ് കുമാറിനെ
എതിരെയുള്ള പ്രതികരണവുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരുന്നു. പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും അടക്കം ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സിനിമാ മേഖലയിലെ പുതിയ പ്രതിസന്ധി അങ്ങനെയാണ്.